Hi children, welcome to this program 99 percentile in 99 days. ഈ Xylem JEEnius കമ്മ്യൂണിറ്റിയുടെ ആക്ടിവിറ്റീസെ കുറിച്ചും Xylem JEEnius കമ്മ്യൂണിറ്റി എന്തിനാണ് രൂപീകരിച്ചതിനുള്ള കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പല അധ്യാപകർ നിങ്ങളോട് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ. പ്ലസ് വണ്ണിലെ വളരെ ബൃഹത്തായ വലിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ടുമാണ് ഈ ചാപ്റ്റർ. കോൺസെപ്ച്വലി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ ചാപ്റ്റർ നല്ല ഡിഫിക്കൽറ്റി ഉണ്ടാവും പഠിക്കാൻ. ഓക്കെ, ഇതിന്റെ DPPയും അതുപോലെ വീഡിയോ സൊല്യൂഷനും എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളിൽ കൂടി ഒന്ന് കടന്നു പോവുകയാണ്. ഓക്കെ, മുഴുവൻ ചാപ്റ്റർ പഠിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. 1 മണിക്കൂർ കൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ കൂടി ഒന്ന് കടന്നു പോകുന്ന രീതിയിൽ ഞാൻ കുറെ ക്വസ്റ്റ്യൻസുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യനിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കടന്നു പോകാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ തിയറി, ആ ഏരിയയിലെ തിയറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ഹൈ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നോക്കിയേ, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് a/2. സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് a/2 ഈസ് കട്ട് ഔട്ട് ഓഫ് എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് a. അപ്പൊ a എന്ന് പറയുന്ന ഡിസ്കിന്റെ റേഡിയസ് ആണ്. അതിൽ നിന്ന് a/2 റേഡിയസ് ഉള്ള വേറൊരു ഡിസ്ക് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി. ആ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗർ നോക്കൂ കുട്ടികളെ. ഇത് കണ്ടോ, ഈ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു സർക്കുലർ ഡിസ്ക് ആണ്. അതിന്റെ റേഡിയസ് a ആണ്. അതിൽ നിന്ന് അതിന്റെ പെരിഫറിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ a/2 റേഡിയസ് ഉള്ള വേറൊരു ഡിസ്ക് കട്ട് ചെയ്ത് എടുത്തു മാറ്റി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ദ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ്. സെൻട്രോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ് സർക്കുലർ പോർഷൻ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O. അവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഈ പോയിന്റ് O? പോയിന്റ് O ഇതാണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ്, what is the new location of center of mass of the remaining portion? Remaining portion എന്ന് പറയുന്നത് എന്താണ്? ഈ പോർഷൻ നോക്കിയാൽ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ. ഈ റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് പറയണം. വിത്ത് റെസ്പെക്ട് ടു O, വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്. ഇങ്ങനെയുള്ള പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയ മാസ് ഇല്ലേ, അതിനെ ഒരു നെഗറ്റീവ് മാസ് ആയിട്ട് കരുതുക. ഈ മാസ്, ലുക്ക് അറ്റ് ഹിയർ, ഈ മാസ് ഉണ്ടല്ലോ, ഈ റെഡ് കളറുള്ള ഈ മാസ്, ഇതിനെ ഒരു നെഗറ്റീവ് മാസ് ആയിട്ട് കരുതുക. നെഗറ്റീവ് മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചത്തിൽ നെഗറ്റീവ് മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് മാസ് ഇല്ല. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതുപോലെ പോസിറ്റീവ് മാസ്, നെഗറ്റീവ് മാസ് എന്ന് പറയുന്ന മാസിലെ ഓൾ മാസസ് ആർ പോസിറ്റീവ്. ഓക്കെ, പക്ഷെ ഞാൻ എന്തിനാ അത് കരുതിയെന്ന് ചോദിച്ചാല്, ഇത് നോക്കൂ, ഇതിനെ ഒരു ബോഡിയായിട്ട് ഞാൻ കരുതുന്നു. ഓക്കെ, ഈ ബോഡിയുടെ മാസ് പോസിറ്റീവ് മാസ് ആണ്. ഇത് റിയലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ്, പോസിറ്റീവ് മാസ്. ഇതിലേക്ക് ഇത്രയും ഭാഗം എടുത്തു മാറ്റി എന്നല്ലേ നമ്മൾ പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഈ നെഗറ്റീവ് മാസ് ഉള്ള ഈ ബോഡി എംബഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് എംബഡ് ചെയ്താൽ ആ പോസിറ്റീവ് മാസും നെഗറ്റീവ് മാസും ക്യാൻസൽ ആയി ഇവിടെ ഒരു ഹോൾ കിട്ടും. സി, യു ക്യാൻ ഗെറ്റ് എ ഹോൾ ഹിയർ, നോ മാസ് ഹിയർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെച്ചിട്ടുള്ള സ്ഥലത്തുണ്ടല്ലോ, പോസിറ്റീവ് മാസിന്റെയും നെഗറ്റീവ് മാസിന്റെയും കൂടെ എന്താണ് സൂപ്പർ പോസിഷൻ ആണ് നടക്കുന്നത്. സൂപ്പർ പോസിഷൻ, പോസിറ്റീവ് മാസ്, നെഗറ്റീവ് മാസ്. നെഗറ്റീവ് മാസ് ഒരു നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അത് നെഗറ്റീവ് മാസ് എന്ന് പറഞ്ഞ ഒരു മാസ് ഇല്ല. നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു നെഗറ്റീവ് മാസ് ആയിട്ട് കരുതുന്നു. അപ്പൊ നമ്മുടെ ഈ 2 ബോഡി ഉണ്ട്. ഏതാണ്, ഏതൊക്കെ ബോഡിയാണ്? ഈ ബോഡി ഒറിജിനൽ ഡിസ്ക്, ഇത് ഒറിജിനൽ ഡിസ്ക് ഉണ്ട്. ഓക്കെ, അതിന്റെ മാസ് m ആണെന്ന് കരുതുക. തിങ്ക് ദ മാസ് ഓഫ് ദ ഒറിജിനൽ വൺ ഈസ് m. അതിന്റെ ലൊക്കേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് നമുക്കറിയാം A. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ പോവുകയാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ. M1 എന്ന് പറയുന്നത് എന്താണ്? M എന്ന് ഞാൻ എടുത്തു. ആക്ച്വൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാത്ത ഡിസ്ക്, ആക്ച്വൽ ഡിസ്ക് M എന്ന് എടുത്തു. അതിന്റെ ലൊക്കേഷൻ x1, അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷൻ A ആണ്, പോസിറ്റീവ് A ആണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, ദിസ് ഈസ് x1. ഇനിയും M2 ഞാൻ എന്താ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. M2 ഞാൻ എടുക്കാൻ പോകുന്നത് ഈ നെഗറ്റീവ് മാസ് ആണ്. നോക്കൂ, M2 ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദിസ് റെഡ് വൺ. ഇതിന്റെ മാസ് എത്രയായിരിക്കും കുട്ടികളെ?
ഈ ഒറിജിനൽ ഡിസ്കിന്റെ മാസ് എം ആണെങ്കിൽ ഇതിന്റെ മാസ് m/4 ആയിരിക്കും. മുറിച്ച് മാറ്റിയ മാസ് m/4 ആയിരിക്കും. എങ്ങനെയാണ് അതിന്റെ കാര്യം? ഈ മാസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഏരിയ ആയിരിക്കുമല്ലോ. മാസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഏരിയ അല്ലേ? ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആ. പക്ഷെ ഇതിന്റെ ഏരിയയോ πr²/4 ആ. ഓക്കെ, അപ്പോ എന്താണ് മാസ്? ഇതിന്റെ മാസ് m ആണെങ്കിൽ ഇതിന്റെ മാസ് m/4 ആയിരിക്കും. m/4 ആയിരിക്കും. അത് നെഗറ്റീവ് മാസ് ആയിട്ട് കരുതാൻ ഞാൻ പറഞ്ഞു. m/4. വൈ? മാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു ഏരിയ. ഏരിയ 4:1 അപ്പൊ മാസിൽ 4:1 ആ മാസ് എങ്ങനെ കരുതണം? പോസിറ്റീവ് മാസ് അല്ല, നെഗറ്റീവ് മാസ് ആണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് റിമൂവ്ഡ്. തിങ്ക് ദാറ്റ് ഈസ് റിമൂവ്ഡ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് എ. ഓക്കെ, ഇനി ഈ മാസ് നമ്മൾ തിരിച്ചു വെച്ചു. ഇനി ഈ മാസിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ? നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ അല്ലെങ്കിൽ നമ്മൾ വെച്ച നെഗറ്റീവ് മാസിന്റെ സെന്റർ ഓഫ് മാസ് ഇതാണ്. അത് ഓയിൽ നിന്ന് എത്ര അകലത്തിലാണ്? നോക്കിക്കേ, a+a/2 ശരിയല്ലേ? അപ്പം x2 നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് x2? ലെറ്റ് മീ റൈറ്റ്. x2 ഈസ് ഈക്വൽ ടു a+a/2. വാട്ട് ഈസ് ദാറ്റ്? 3a/2 ശരിയല്ലേ? 3a/2. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ്. സെന്റർ ഓഫ് റിമൈനിങ് എങ്ങനെയാ കിട്ടിയേ? ഈ പോസിറ്റീവ് മാസ് എമ്മിനോട് ഈ നെഗറ്റീവ് മാസ് -m/4 നമ്മൾ അറ്റാച്ച് ചെയ്തപ്പോ നമുക്ക് ഈ റിമൈനിങ് മാസ് കിട്ടി. അപ്പൊ ഇതിന്റെ സെന്റർ ഓഫ് മാസും ഈ നെഗറ്റീവ് മാസിന്റെയും കൂടെ കമ്പൈൻഡ് സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, അതായിരിക്കും റിമൂവ് ചെയ്ത പോർഷന്റെ സെന്റർ ഓഫ് മാസ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. റിമൂവ് എങ്ങനെ കിട്ടിയേ? ടോട്ടൽ ഡിസ്ക് പോസിറ്റീവ് മാസിനോട് ഈ റിമൂവ് ചെയ്ത എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മാസ് സൂപ്പർപോസ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് റിമൈനിങ് പോർഷൻ കിട്ടി, അവിടെ ഒരു ഹോള് കിട്ടിയത്. മനസ്സിലായോ? അപ്പം റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡിസ്കിന്റെയും ആ നമ്മൾ എംബഡ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് മാസിന്റെയും കൂടെ കമ്പൈൻഡ് സെന്റർ ഓഫ് മാസ് ആയിരിക്കും. എല്ലാവർക്കും ഇത് മനസ്സിലായോ? അപ്പൊ നമുക്ക് വേണ്ടത് സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ് XCM ഓഫ് ദിസ് ടു ബോഡി. ഏതൊക്കെ ബോഡി? ഈ m1ഉം ഈ m/4ന്റെയും കൂടെ -m/4ന്റെയും കൂടെ കമ്പൈൻഡ് സെന്റർ ഓഫ് മാസ് എവിടെയാണോ അതായിരിക്കും റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ്. നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ. ലെറ്റ് us see. എന്താണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഒന്ന് ആലോചിച്ച് നോക്കി. XCM ഈസ് ഈക്വൽ ടു എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാ. m1x1 പ്ലസ് m2x2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2. ഇതാണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അതുപോലെ XCM ഈസ് ഈക്വൽ ടു m1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ M. m2 x1 എന്ന് പറഞ്ഞാൽ a, m into a മൈനസ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? m/4 മൈനസ് ആയതുകൊണ്ട്. x2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കുട്ടികളെ? 3a/2 ഡിവൈഡഡ് ബൈ സം ഓഫ് മാസ്. ഒരു മാസ് പോസിറ്റീവ് ആണ്, ഒരു മാസ് നെഗറ്റീവ് ആണ്. അപ്പൊ m പ്ലസ് മൈനസ് m/2 എന്ന് പറഞ്ഞാൽ m മൈനസ് m/2 അല്ല m/4. ഇത് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആയോ നോക്കൂ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഇക്വേഷൻ? ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. പക്ഷെ ഈ m2 എന്നുള്ളത് ഞാൻ നെഗറ്റീവായിട്ട് കരുതി, ബിക്കോസ് ഇറ്റ് ഈസ് റിമൂവ്ഡ്. ഇനി ഞാൻ m എല്ലാ ടൈമിലും ഉണ്ട് കുട്ടികളെ. m എല്ലാ ടൈമിലും ഉള്ളതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. a കോമൺ ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ XCM ഈസ് ഈക്വൽ ടു m എല്ലാ ടൈമിലും ഉള്ളതുകൊണ്ട് m വെട്ടിക്കളഞ്ഞാണ്. a കോമൺ ഔട്ട് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1 മൈനസ് 3/8 ഡിവൈഡഡ് ബൈ ഓക്കെ ഇത് 3/4. അപ്പൊ ഇത് എത്ര കിട്ടുമെന്ന് നോക്കാം നമുക്ക്. XCM ഈസ് ഈക്വൽ ടു 8 5/8 അല്ലെങ്കിൽ 5a ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 4/3 എന്ന് കിട്ടി. അപ്പൊ XCM ഈസ് ഈക്വൽ ടു വാട്ട് ഡിഡ് യു ഗെറ്റ്? XCM ഈസ് ഈക്വൽ ടു നമുക്ക് 5/6 എന്ന് കിട്ടി. 5a ഡിവൈഡഡ് ബൈ 6 ഫ്രം O. എവിടുന്നാണ്? ഫ്രം ദിസ് പോയിന്റ്. ദിസ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ ഫ്രം O. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഡിഡ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെ നിങ്ങൾ റിമൂവ് ചെയ്തു എന്ന് പറയുമ്പോഴേ ആ റിമൂവ് ചെയ്യപ്പെട്ട മാസ് നെഗറ്റീവ് മാസ് ആയിട്ട് കരുതിക്കൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാം. മറ്റുള്ള മെത്തേഡിലും ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലം. ദർ ആർ അനദർ മെത്തേഡ് ഓൾസോ, ബട്ട് ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വൺ ഐ ഫീൽ. അപ്പൊ നമുക്ക് ആൻസർ ടിക്ക് ചെയ്യാൻ നോക്കൂ. 5/6a എന്നുള്ളതാണ് ആൻസർ അല്ലേ? 5/6a.
ഇത് 2021 ചോദിച്ചതാണ്, 2019 ചോദിച്ചതാണ്. 2 തവണ JEE Main ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയും സെന്റർ ഓഫ് മാസ് എന്നുള്ള പോർഷനിൽ നിന്ന് വേറൊരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോകും. നോക്കൂ, എ ബോഡി ഓഫ് മാസ് 2 kg മൂവിംഗ് വിത്ത് സ്പീഡ് 4 meter per second. Make a picture in your mind. Makes an elastic collision with another body at rest and continues to move in its original direction with 1/4 of its initial speed. Elastic collision ആണ്, coefficient of restitution 1 ആണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. Speed of the speed of the two bodies center of mass is x by 10. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ്. ഏതിന്റെ സെന്റർ ഓഫ് മാസ്? ഈ 2 ബോഡിക്ക് ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ നോക്കിയ കുട്ടികളെ, എങ്ങനെയാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക? നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാസ് ഓഫ് ദ സിസ്റ്റം ഇൻറ്റു വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു മൊമെന്റം ഓഫ് ദ സിസ്റ്റം. മൊമെന്റം ഓഫ് ദ സിസ്റ്റം. ഇത് വളരെ വെൽ നോൺ ആയിട്ടൊരു ഇക്വേഷൻ ആണ്, NCERTയിലും തന്നിട്ടുള്ളതാണ്. ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റത്തിനെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിസ്റ്റത്തിന്റെ മൊമെന്റം കിട്ടും. അപ്പൊ സിസ്റ്റത്തിന്റെ മൊമെന്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിസ്റ്റത്തിന്റെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ ബിഫോർ കൊളീഷനുള്ള മൊമെന്റം എടുത്താൽ മതി. നമുക്ക് എന്താണ് 2, ഇതിന്റെ വെലോസിറ്റി എത്രയാണെന്നാ പറയുന്നത്? സി ഹിയർ, 2 മാസ് 2 വെലോസിറ്റി 4. രണ്ടാമത്തെ മാസ് റെസ്റ്റില്ല, വെലോസിറ്റി ഇല്ല. അപ്പൊ മൊമെന്റോ എന്ന് പറഞ്ഞാൽ 8 ആണ്. മൊമെന്റം ഓഫ് ദ സിസ്റ്റം 8 ആണ്. ബിഫോർ കൊളീഷനും 8 ആയിരിക്കും, ആഫ്റ്റർ കൊളീഷനും 8 ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം നമ്മുടെ കയ്യിൽ ഇല്ല. ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഇല്ലാത്തത് എന്തുകൊണ്ടാ? ഒരു മാസേ തന്നിട്ടുള്ളൂ നമുക്ക്, M1 മാത്രമേ തന്നിട്ടുള്ളൂ, M2 തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രൈം ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ M2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. M2 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഞാൻ തൽക്കാലം ഇത് മായ്ച്ചു കളയുകയാണ്. ഐ വിൽ കം ടു ദാറ്റ് ഇക്വേഷൻ അഗൈൻ. എങ്ങനെ M2 കണ്ടുപിടിക്കുക കുട്ടികളെ? മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുക, ഇല്ലേ? ഇതിന്റെ മൊമെന്റം ബിഫോർ കൊളീഷൻ അത് സിമ്പിൾ അല്ലേ? 2 × 4 പ്ലസ് 0. രണ്ടാമത്തെ ബോഡിക്ക് മൊമെന്റം ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ബോഡിയുടെ വെലോസിറ്റി 1/4 ആയെന്നല്ലേ പറഞ്ഞേ? ഈ 2വിന്റെ വെലോസിറ്റി 1/4 ആയെന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 1 ആണ് ഇപ്പം. അപ്പൊ 2 × 1 പ്ലസ് M2V2. ഇതിൽ നിന്ന് M2V2 എത്ര കിട്ടി കുട്ടികളെ? 8 - 2 6 എന്ന് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് M2 ആണ് വേണ്ടത്. നമുക്ക് കിട്ടിയ M2V2 ആണ് കിട്ടിയത്. ഇനി V2 കണ്ടുപിടിക്കുകയാണെങ്കിൽ M2 കണ്ടുപിടിക്കാൻ പറ്റും. V2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാവോ? V2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ V2 ഈസ് നത്തിങ് ബട്ട് ദ വെലോസിറ്റി ഓഫ് സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. V2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് 1 കിട്ടണം. അതാണ് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഡോണ്ട് യു നോ? E ഈസ് ഈക്വൽ ടു കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഫോർ വാട്ട് കൊളീഷൻ? ഫോർ ഇലാസ്റ്റിക് കൊളീഷൻ. E ഈസ് ഈക്വൽ ടു 1. കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ 1 ഡയമെൻഷൻ മോഷനിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് along the line of action, along the line of collision. ഓക്കെ, അപ്പം അത് 1 ആവണമെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് അപ്രോച്ചും റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെപ്പറേഷനും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ എത്രയാ? V2 - 1. അതാണ് വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ, V2 - 1. അപ്രോച്ചിന്റെ വെലോസിറ്റി എത്രയാണ്? ഇത് റെസ്റ്റിലാണ്, 4ൽ അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, V2 - 1 ഈസ് ഈക്വൽ ടു 4 - 0. ഇതിൽ നിന്ന് നമുക്ക് V2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 5 എന്ന് കിട്ടി. 5 എന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് M2 കണ്ടുപിടിക്കാം. ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് M2 വാട്ട് ഈസ് ദ മാസ് ഓഫ് സെക്കൻഡ് വൺ? M2 ഈസ് ഈക്വൽ ടു V2 കിട്ടിയല്ലോ, 6/5 എന്ന് കിട്ടി. 6/5. അപ്പൊ M1 കൊണ്ട് M2 കൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാം. ഓക്കെ, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ഏതാണെന്നാ ഞാൻ പറഞ്ഞേ? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഇൻറ്റു വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഇതിന്റെ പ്രോഡക്റ്റ് എപ്പോഴും മൊമെന്റം ആയിരിക്കും. മൊമെന്റം ഓഫ് ദ സിസ്റ്റം വിച്ച് ഈസ് കൺസേർവ്ഡ് സിൻസ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ മൊമെന്റം നിങ്ങൾക്ക് വേണം ഇനീഷ്യൽ മൊമെന്റം എടുക്കാം, അത് തന്നെയായിരിക്കും ഫൈനൽ മൊമെന്റും. ഏത് വേണേലും എടുക്കാം. മൊമെന്റം എത്രയാണ് കുട്ടികളെ? നോക്കിക്കേ, ലെറ്റ് us do it.
അപ്പോൾ VCM is equal to velocity of center of mass is equal to momentum of the system divided by total mass. Momentum of the system divided by total mass. Momentum of the system എത്രയാ? 2 into 4 8 2 into 4 അതാണ് momentum of the system. ഞാൻ മൊമെന്റം ബിഫോർ കൊളീഷൻ എടുത്തു, അത് തന്നെയായിരിക്കും മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ എടുത്താലും 8 തന്നെ കിട്ടുള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഒരു ബോഡിയുടെ മാസ് 2, രണ്ടാമത്തെ ബോഡിയുടെ മാസ് 6 ബൈ എത്രയായിരുന്നു കുട്ടികളെ നമുക്ക് കിട്ടിയ? 6/5 അല്ലെ? 6/5. അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യാം. ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ 8 5 ഇതെത്ര? 8 5 40, താഴെ 16 വരില്ല. 5 10 6 16. ദിസ് ഈസ് നത്തിങ് ബട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. പക്ഷെ ഓപ്ഷനിൽ എന്താ തന്നിട്ടുള്ളത് നോക്കൂ. ഓപ്ഷനിൽ ഇല്ല. നമുക്ക് നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് അത് എത്രയാണെന്നാ ഇവിടെ തന്നിട്ടുള്ളത് നോക്കി. x/10 ആണെന്നാ പറഞ്ഞത്. x/10 സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ് ഉണ്ടല്ലോ, സ്പീഡ് ഓഫ് ടു ബോഡീസ് സെന്റർ ഓഫ് മാസ് ഈസ് x/10. നമുക്ക് കിട്ടിയത് എന്താ? നമുക്ക് കിട്ടിയത് നോക്കിയേ നിങ്ങള്, നമുക്ക് കിട്ടിയത് 5/2 എന്നാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞ x/10 ആണ്. അപ്പൊ നിങ്ങൾ 5/2നെ x/10 ഇക്വേറ്റ് ചെയ്യുക. 5/2 let us equate. 5/2 must be equated with x/10. x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x/10 ഇതിൽ നിന്ന് 50, x is equal to 25 എന്ന് കിട്ടി. 25 x is equal to 25. അപ്പൊ ഞാൻ 2 കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്ത്. ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? മൊമെന്റം കൺസർവേഷൻ. ഏത് കൊളീഷനും മൊമെന്റം കൺസർവ്ഡ് ആണ്. കൊളീഷൻ when there is no external force, momentum is conserved. That I applied. അപ്പൊ m2 v2 എനിക്ക് കിട്ടി. Then I applied another thing which will be difficult for you to understand. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. Coefficient of restitution for elastic collision is equal to 1. എന്താണ് coefficient of restitution എന്ന് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. Coefficient of restitution is equal to എന്താണ്? v2 minus v1 എന്ന് പറഞ്ഞാൽ velocity of separation divided by u1 minus u2 എന്ന് പറഞ്ഞാൽ velocity of approach. Relative velocity before collision, relative velocity after collision ഇതിന്റെ റേഷ്യോ 1 ആയിരിക്കും. ഏതിന്റെ കേസിൽ? ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ഈ റേഷ്യോ 0 ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, ഐ മീൻ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് 0 ആയി പോകും. രണ്ടും ഒരേ വെലോസിറ്റിയിലല്ലേ ട്രാവൽ ചെയ്യുക. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഈസ് ഈക്വൽ ടു 0. ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ കേസിൽ ഇത് 1നും 0യ്ക്കും ഇടയ്ക്കായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട അറിയാവുന്ന കാര്യം തന്നെയാണ്. ഐ ആം ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. This is something difficult in concept, not difficult. നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. I will explain the concept also. നോക്കൂ, a spherical shell of 1 kg mass and radius r rolling with angular speed omega. കണ്ടോ, ഇത് rolling without slipping ആണ്. Rolling with angular speed omega in a horizontal plane. It's a general planar motion. ഒരു planar motion ആണ് rolling. റോളിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണെന്നറിയാം. ഏതൊക്കെയാ? റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ ഇല്ലേ? ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഷെൽ എബൌട്ട് ദ ഒറിജിൻ O is equal to a/3 r² omega. a/3 r² omega. Value of a will be, what is the value of a എന്ന ചോദ്യം. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 ആംഗുലാർ മൊമെന്റം ഉണ്ടാവും. ഒന്ന് ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ്, പിന്നെ ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു സ്പിന്നിങ്, ഡ്യൂ ടു റൊട്ടേഷൻ, ദാറ്റ് മീൻസ് ആംഗുലാർ മൊമെന്റം എബൌട്ട് സെന്റർ ഓഫ് മാസ്. അപ്പൊ ഒരു ജനറൽ പ്ലനാർ മോഷൻ ചെയ്യുന്ന ഒരു ബോഡിക്ക് ആംഗുലാർ മൊമെന്റത്തിന് 2 കമ്പോണന്റ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കൂ, വാട്ട് ആർ ദോസ് ടു? ദോസ് ടു ആർ ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് പ്ലസ് ആംഗുലാർ മൊമെന്റം എബൌട്ട് സെന്റർ ഓഫ് മാസ്. Total angular momentum, net angular momentum is equal to angular momentum of center of mass, okay, plus angular momentum about ഇത് ഞാൻ പറഞ്ഞു തരും, don't worry, about center of mass. Angular momentum of center of mass എന്ന് പറഞ്ഞാൽ നിങ്ങൾ immediately center of mass suppose is moving with velocity, let me use another, center of mass is moving with the speed v ആണെന്ന് വിചാരിക്കുക. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു സം ഒറിജിൻ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ r ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ r നും v ക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക.
അപ്പൊ അതേ തീറ്റ തന്നെയായിരിക്കും ഈ തീറ്റയും കേട്ടോ, ജോമെട്രി. അപ്പൊ ആംഗുലാർ മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഹിയർ, ആംഗുലാർ മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. എം പുറത്തിടാം, എന്നിട്ട് ആർ ക്രോസ് പി വി എന്ന് എഴുതാം. കാരണം പി ഈസ് ഈക്വൽ ടു എം വി. ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആർ ക്രോസ് പി. പി എന്ന് പറഞ്ഞാൽ എം വി. എം ഞാൻ പുറത്തിട്ടു. പ്ലസ് ആംഗുലാർ മൊമെന്റ് എബൌട്ട് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അത് സ്പിൻ ആംഗുലാർ മൊമെന്റമാണ്. In center of mass frame, the body just spins or rotates. That is I omega, I omega, I omega. Omega vector form. ഇതും വെക്ടർ ആണ്, ഇതും വെക്ടർ ആണ് കുട്ടികളെ. ഈ ആർ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ആർ ക്രോസ് ബി. ആർ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ആറിന്റെ സ്ഥാനത്ത് കൈ, ഐ മീൻ ഡയറക്ഷൻ കൈ വെച്ചിട്ട് വിയിലേക്ക് മടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാ കിട്ടുക? ഇൻ ടു ദ പ്ലെയിൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ. ഇനി ഒമേഗയുടെ സെൻസിൽ കൈ ഫോൾഡ് ചെയ്താലും നിങ്ങൾക്ക് ഇൻ ടു ദ പ്ലെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വരും എന്നറിയാവോ? എം വി ഇൻറ്റു ആർ പെർപെൻഡിക്കുലർ. ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആർ സൈൻ തീറ്റ, ആർ വി സൈൻ തീറ്റ. ആർ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഈ ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷനായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പ്ലസ് ഐ ഒമേഗ. ഐ ഒമേഗ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ് കുട്ടികളെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ലൈൻ. ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ലൈൻ, അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ആറാണ്, ഇതിന്റെ റേഡിയസ് തന്നെയാണ്. ഓക്കെ, therefore I can write angular momentum magnitude ആണ് കേട്ടോ. What I wrote is magnitude here. Therefore this vector sign is not needed. Therefore angular momentum is equal to m v r plus I omega. m v r plus I omega. This is the angular momentum of a body moving without slipping ആണെങ്കിൽ v is equal to r omega ആയിരിക്കും. See, without slipping ആണെങ്കിൽ ഒരു അഡീഷണൽ കണ്ടീഷൻ പാലിക്കണം. v is equal to എന്തായിരിക്കണം? r omega ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയണം. എം വി ആർ ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ മോഷൻ. ഐ ഒമേഗ ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു സ്പിന്നിങ്. ഓക്കെ, ഈ രണ്ട് കമ്പോണന്റും ഒരേ ഡയറക്ഷൻ ആണ്, കാരണം സ്പിൻ ആംഗുലാർ മൊമെന്റും ഡയറക്റ്റഡ് ഇൻ ടു ദ ബോർഡ് ആണ്, അതുപോലെ ആംഗുലാർ മൊമെന്റം ഡ്യൂ ടു ട്രാൻസ്ലേഷൻ മോഷനും ഡയറക്റ്റഡ് ഇൻ ടു ദ ബോർഡ് ആണ്. അതുകൊണ്ട് രണ്ടും ആഡ് ചെയ്യണം. ജസ്റ്റ് സ്പിന്നിങ് ഓപ്പോസിറ്റ് സെൻസിലായിരുന്നു എന്ന് വിചാരിക്കുക. സി, സ്പിന്നിങ് ഓപ്പോസിറ്റ് സെൻസിലായിരുന്നുവെങ്കിൽ ഇത് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യണം. എം വി ആർ മൈനസ് ഐ ഒമേഗ എന്ന് വരുന്നതിന്. ഇനി ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേണ്ടത് എന്താണ്? ഇതിൽ വേണ്ടത് എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റ് ഓഫ് ദ ഷെൽ ഒമേഗയുടെ ടൈമിൽ എഴുതണം. ഈ വി എനെ കളയണം. വി ഈക്വൽ ടു ആർ ഒമേഗ എഴുതണം. ഇവിടെ കണ്ടോ, ഒമേഗയുടെ ടൈമിൽ എഴുതണം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് സ്പെറിക്കൽ ഷെൽ എഴുതണം. സ്പെറിക്കൽ ഷെല്ലാണ്. അപ്പൊ എല്ലാ സംഭവവും ഞാൻ ഒന്നുകൂടെ എഴുതാൻ പോവുകയാണ്. ലുക്ക് ഹിയർ ഓൾ ഓഫ് യു. Look here all of you. I want angular momentum which is equal to m v r plus I omega. രണ്ട് കാര്യങ്ങൾ ഞാൻ മാറ്റാൻ പോവുകയാണ്. എന്തൊക്കെയാണ്? വെലോസിറ്റിക്ക് r omega എന്ന് എഴുതുന്നു. അതുപോലെ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് ഹാളോ സ്പിയർ ഷെൽ, how much is that? 2/3 mr square ആണ്. 2/3 mr square. You know it. ഇത് അറിഞ്ഞിരിക്കണം. 2/5 mr square സോളിഡ് സ്പിയറിന്റെയാണ്. 2/3 mr square is the moment of inertia of hollow sphere എന്ന് പറഞ്ഞ ഷെൽ. At that I am going to write here angular momentum is equal to m അതുപോലെ എഴുതി r omega. r omega അപ്പൊ r square omega എന്ന് വന്നു. ഓരോ r square omega plus 2/3 mr square omega. ഇനിയും ഞാൻ 2/3 ഇത് മൊത്തത്തിൽ നമുക്ക് കൂട്ടുമ്പോൾ എത്ര എം ആർ സ്ക്വയർ ഒമേഗ വന്നു? 3 2 5 5/3 എം ആർ സ്ക്വയർ ഒമേഗ എന്ന് വന്നു. ഇനി ഇതിനെ തന്നിട്ടുള്ള ആൻസറുമായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താന്ന് നോക്കി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആംഗുലാർ മൊമെന്റം എത്രയാണെന്ന്. a/3 r square omega. സ്മോൾ ലെറ്റർ a/3 r square omega. Therefore I am going to equate this. Look here. 5/3 m അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആദ്യമേ എഴുതാം. a/3 m ഇല്ല, r square omega ആണ് തന്നിട്ടുള്ളത്. r square omega is equal to 5/3 m r square omega. m r square omega. അപ്പൊ a എത്ര കിട്ടി? a is equal to 5m എന്ന് കിട്ടി. 5m.
M1 എന്ന് തന്നിട്ടുണ്ട് question. Mass is, see here, mass 1 kg എന്ന് തന്നിട്ടുണ്ട്. Therefore, A is equal to just 5 since mass is equal to 1 kg. അപ്പോൾ A എന്ന് പറയുന്നത് 5 ആണ്. A is nothing but 5. A is nothing but 5. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആംഗുലാർ മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ് വിച്ച് ഈസ് MVR പ്ലസ് ആംഗുലാർ മൊമെന്റം അബൌട്ട് സെന്റർ ഓഫ് മാസ് I ഒമേഗ, അത് രണ്ടും ഒരേ സെൻസിലാണ് ആഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സെൻസിലാണ് ഒന്നിൽ നിന്നൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. സെൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആൻസർ എത്രയാണ്? 5 ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സി ഹിയർ സ്റ്റുഡന്റ്, സി ദിസ് വാസ് ആസ്ക്ഡ് ഇൻ 2021. വാട്ട് ഈസ് ദിസ് ക്വസ്റ്റ്യൻ? ലെറ്റ് us see. In the given figure, two wheels P and Q are connected by a belt B. ഇത് P ആണ്. This one is P. This one is Q. They are connected by a belt B. Belt is B. Okay. Now, radius of P is thrice radius of Q. അപ്പോൾ ഇതിന്റെ radius 3r ആണ്, ഇതിന്റെ radius r ആണ്. Radius of P is 3 times the radius of Q എന്നാ പറഞ്ഞത്. In case of same rotational kinetic energy, that is very important. അവയ്ക്ക് രണ്ടുപേർക്കും ഒരേ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. മൊമെന്റ് ഓഫ് ഇനീഷ്യ ഒക്കെ ഡിഫറെന്റ് ആണ്, പക്ഷെ അതിന് രണ്ടിനും ഒരേ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ദ റേഷ്യോ ഓഫ് റൊട്ടേഷൻ ഇനീഷ്യ I1/I2 എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. വാട്ട്സ് ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്നാണ് ചോദ്യം. X:1 എന്നാൽ X എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഇത് ഈ വീല് റൊട്ടേറ്റ് ചെയ്യുകയാണ്, ഈ വീലും റൊട്ടേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ബെൽറ്റിന്റെ നീളം കൂടുന്നുണ്ടോ? ഈ നീളത്തിന് വ്യത്യാസമില്ല. എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിന്റെ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണോ അതേ വെലോസിറ്റി ആയിരിക്കണം ഇവിടെയും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ബെൽറ്റ് സ്ലിപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ബെൽറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ വീലിന്റെ വെലോസിറ്റി ആയിരിക്കും. വീലിന്റെ വെലോസിറ്റി, ടാൻജൻഷ്യൽ വെലോസിറ്റി. വീലിന്റെ വെലോസിറ്റി എത്രയാണ് കുട്ടികളെ? r ഒമേഗ. r ഒമേഗ എന്നല്ല, 3r ഒമേഗ എന്ന് എഴുതണം. ഒമേഗ എന്ന് എഴുതരുത്, omega 1 എന്ന് എഴുതണം. സപ്പോസ് ദിസ് ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് omega 1. അപ്പൊ ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ ആ വീലിന്റെ റിമ്മിന്റെ വെലോസിറ്റി, വീലിന്റെ റിമ്മിന്റെ വെലോസിറ്റി r ഒമേഗ, 3r ഒമേഗ എന്ന് പറഞ്ഞാൽ 3r omega 1. അത് തന്നെയാണ് ഈ ബെൽറ്റിന്റെയും വെലോസിറ്റി. ബിക്കോസ് ബെൽറ്റ് ഈസ് നോട്ട് സ്ലിപ്പിംഗ്, ഇറ്റ് ഈസ് ജസ്റ്റ് മൂവിംഗ് വിത്ത് ദ വീൽ. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കണം? ദ വെലോസിറ്റി ഓഫ് ദിസ്, ലെറ്റ് മീ റൈറ്റ് ഹിയർ വെലോസിറ്റി, ലെറ്റ് മീ യൂസ് അനദർ വൺ. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ, ക്യാൻ യു സീ ദിസ് ഓർ എൽസ് ഐ വിൽ യൂസ് അനദർ കളർ ഇൻ വിച്ച് യു ക്യാൻ ഈസിലി സീ. ഓക്കെ, ലെറ്റ് മീ യൂസ് ദിസ് വൺ. വാട്ട് ഈസ് ദാറ്റ് വെലോസിറ്റി? That is 3r omega 1. Okay. Similarly, what must be the velocity of the belt at this point also? That point, the velocity is, suppose its angular speed is omega 2. Therefore, the velocity will be r omega 2. R omega 2. But, see here, very important. This belt is like a rigid body. Belt is like a rigid body, or belt is inextensible. The length doesn't change. Therefore, what? The velocity of the particle, any two particle, must be same along its length. Along its length, the velocity must be same. ഇവിടെ ഒരു വെലോസിറ്റി ആണെങ്കിൽ ബെൽറ്റ് സ്ട്രെച്ച് ചെയ്യും, അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും, അല്ലേ? അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതുകൂടെ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ്, look here, 3r omega 1 is equal to what? R omega 2. R omega. R വെട്ടിക്കളയുകയാണെങ്കിൽ you get a relation. What is that relation? That relation is equal to omega 2 by omega 1. You can write it. Omega 2 divided by omega 1 is equal to 3 എന്നൊരു സിമ്പിൾ റിലേഷൻ കിട്ടി. ഒരു റിലേഷൻ കിട്ടി. ഇനി തന്നിട്ടുള്ള റിലേഷനിലേക്ക് പോവാം. ഇൻ കേസ് ഓഫ് സെയിം റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഇതിന്റെ കൈനറ്റിക് എനർജി, ഇതിന്റെ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ട്രാൻസ്ലേഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് മൂവിങ് എനിവേർ. ഇതിന് റൊട്ടേഷൻ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ആ രണ്ടെണ്ണത്തിന്റെ റൊട്ടേഷൻ കൈനറ്റിക് എനർജി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഫ്രം ദിസ് വാട്ട് ഈസ് ദാറ്റ്? കൈനറ്റിക് എനർജി ഓഫ് P ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് Q. ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ. വാട്ട് ക്യാൻ ഐ റൈറ്റ്? ഹാഫ് I1 ഒമേഗ 1 സ്ക്വയർ. റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഹാഫ് I ഒമേഗ സ്ക്വയർ മസ്റ്റ് ബി ഈക്വൽ ടു ഹാഫ് I2 ഒമേഗ 2 സ്ക്വയർ. ഇനി എനിക്ക് വേണ്ടത് I1/I2 ആണ്. I1/I2 ഈസ് ഈക്വൽ ടു ഒമേഗ 2 ഡിവൈഡഡ് ബൈ ഒമേഗ 1 ഓൾ സ്ക്വയർ.
ഈ റിലേഷൻ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിയേ, ω2 ഡിവൈഡ് ബൈ ω1 3 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, therefore what can I write? Here I can write 3. Therefore I1 by I2 must be equal to 9 by 1. 3 square by 1. ഈ I1 by I2 x by 1 എന്ന് തന്നിട്ടുള്ളത്. x1 by 1 is equal to 9 by 1. Therefore x is equal to 9. x is equal to 9. അവർ ആ റേഷ്യോ x is to 1 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് കിട്ടിയ 9 is to 1 എന്നാണ്. Therefore our ratio x is nothing but 9. x will be 9. That's so simple. സ്പീഡ് കൂടി പോകുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ. ഐ ക്യാൻ സ്ലോ ഡൗൺ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പറയൂ, മനസ്സിലാവുന്നുണ്ടേ പറയൂ. സം ഫീഡ്ബാക്ക് ഷുഡ് ബി ഗിവൺ such that I can proceed. I can mend my class. പറയൂ. Give me your opinion about the class, please. I'm waiting. ഇങ്ങനെ പോയാൽ മതിയോ? ക്ലിയർ? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. As shown in the figure, a bob of mass M is tied by massless string whose other end portion is wound on a flywheel disc. ഇതുണ്ടോ? ഈ പിക്ചറിൽ കാണുന്ന സംഭവം തന്നെ. റേഡിയസ് R and mass M. When released from rest, bob start falling vertically. ഇതിനെ റെസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്തു. ഈ ബോബ്, ഈ സാധനം ഉണ്ടല്ലോ, താഴേക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, മൂവ് ചെയ്യാൻ തുടങ്ങി. When it has covered a distance h, കണ്ടോ, ഒരു h ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്തു എന്ന് പറയുന്നു. Let me show that it has covered a distance h എന്ന് പറഞ്ഞാൽ mass is now here, covered a distance h. The angular speed of the wheel will be, ഇതിന്റെ ആംഗുലാർ സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കുക. ഗുഡ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇത് എച്ച് ഹൈറ്റ് താഴേക്ക് വന്നല്ലോ, അപ്പം ഈ ബോബിന്റെ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ബോബിന്റെ വെലോസിറ്റി ശ്രദ്ധിച്ചിരിക്കുക. ബോബിന്റെ വെലോസിറ്റി എന്തെന്ന് ഞാൻ പറഞ്ഞു? v ആയെന്ന് വിചാരിക്കുക. v when it has covered a distance h. അപ്പൊ ഈ സ്ട്രിങ് ഇൻഎക്സ്റ്റൻസിബിൾ ആയതുകൊണ്ട് നോക്കിയോട്ടെ, തിങ്ക് അബൌട്ട് ദി സ്ട്രിങ്. ഈ സ്ട്രിങ്ങിന്റെ ഇവിടെയും വെലോസിറ്റി v ആയിരിക്കും. ബോബിന്റെ വെലോസിറ്റി എത്രയാണോ അതായിരിക്കും ബോബുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ വെലോസിറ്റിയും സ്ട്രിങ്ങിന്റെ വെലോസിറ്റിയും. ഈ സ്ട്രിങ് എന്ന് പറയുന്നതുണ്ടല്ലോ കുട്ടികളെ, ഇൻഎക്സ്റ്റൻസിബിൾ ആയതുകൊണ്ട് ഈ എൻഡ് ഉണ്ടല്ലോ, വീലുമായിട്ട് കോണ്ടാക്ട് ഉള്ള ഈ എൻഡ്, ഐ ആം സ്പീക്കിംഗ് അബൌട്ട് ദിസ്, ആ എൻഡിന്റെ വെലോസിറ്റിയും എന്തായിരിക്കണം? അതിന്റെ വെലോസിറ്റിയും സ്ട്രിങ്ങിന്റെ വെലോസിറ്റി v ആയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇൻഎക്സ്റ്റൻസിബിൾ സ്ട്രിങ് ആണ്. അപ്പൊ എലോങ് ഇറ്റ്സ് ലെങ്ത് there must be same velocity. ഈ വെലോസിറ്റി v ആണെങ്കിൽ ഇതും v ആയിരിക്കണം. പക്ഷെ ഇവിടെ സ്ലിപ്പിംഗ് ഇല്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ വീലിന്റെ ആ റിമ്മിലുള്ള വെലോസിറ്റി എത്രയായിരിക്കണം? v ആയിരിക്കണം. വീലിന്റെ റിമ്മും സ്ട്രിങ്ങിന്റെ വെലോസിറ്റിയും സെയിം അല്ലെങ്കിൽ there will be slipping. പക്ഷെ വീലിന്റെ റിമ്മിലെ വെലോസിറ്റി r ഒമേഗയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. യു നോ ദിസ് ഈസ് r ഒമേഗ. വീലിലേക്ക് നോക്കുകയാണെങ്കിൽ if you look at the wheel, you know its velocity is r, small letter r omega. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും ഒന്നിച്ച് സ്ലിപ്പ് ചെയ്യാണ്ട് പോണെങ്കിൽ വിയും r ഒമേഗയും സെയിം ആയിരിക്കണം. നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ. v must be equal to velocity of the bob. വെലോസിറ്റി ഓഫ് ദ ബോബും ഇതിന്റെ ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. v is equal to എന്തായിരിക്കണം? r omega ആയിരിക്കണം. That's the thing. v is equal to r omega. This condition must be satisfied throughout. v must be equal to r omega. ഇനി നോക്കിയേ, നമുക്ക് എങ്ങനെയാണ് ഈ ഒമേഗ കിട്ടുക എന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? നമുക്ക് എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്താൽ മതി. സിസ്റ്റം റെസ്റ്റിൽ നിന്നാണ് നമ്മൾ ലീവ് ചെയ്തത്. അപ്പൊ സിസ്റ്റം റെസ്റ്റിൽ നിന്ന് ലീവ് ചെയ്തപ്പോൾ അതിന്റെ ടോട്ടൽ എനർജി 0 ആയിരുന്നു തുടക്കത്തില്.
അപ്പൊ ഫൈനലി അതിന്റെ ടോട്ടൽ എനർജി 0 ആയിരിക്കണം ഇല്ലേ? ബോബ് കൈനറ്റിക് എനർജി അക്യൂർ ചെയ്തു ½ ഈ വീലും റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അക്വയർ ചെയ്തു ½ ഇത് രണ്ടും പോസിറ്റീവ് ആണ്. കൈനറ്റിക് എനർജി രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ? പക്ഷേ ഉണ്ടല്ലോ ഈ ബോബിന് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഇപ്പം ഇത് താഴേക്ക് വരിക ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഗ്രൗണ്ട് ലെവലായിട്ട് എടുക്കുന്നു, റെഫറൻസ് ലെവലായിട്ട് എടുക്കുന്നു. ഇറ്റ് ഹാസ് ഗോൺ ഡൗൺ ബൈ എ ഹൈറ്റ് h. അപ്പം ബോബിന്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് വെച്ചാൽ mgh എന്ന് എഴുതരുത്, ഇറ്റ് ലോസ്റ്റ് mgh, ദാറ്റ് മീൻസ് -mgh. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി എത്ര കിട്ടണം? You must get 0 because its energy was 0 initially. I am going to write the equation. നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വെലോസിറ്റി v, ഈ രണ്ടിന്റെയും മാസ് സെയിം ആണ് കേട്ടോ, മാസ് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി ഉണ്ടല്ലോ v ആണെങ്കിൽ ഈ r ഒമേഗയും വിയും ഈക്വൽ ആയിരിക്കണം. ദിസ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. v must be equal to r omega ആയിരിക്കണം. r omega സ്മോൾ ലെറ്റർ r ആണ് അല്ലേ? സ്മോൾ ലെറ്റർ r omega. ഇനി ഞാൻ എനർജി ഇക്വേറ്റ് ചെയ്യാൻ പോവാ. ½ mv², that is the kinetic energy of the bob, final kinetic energy of the bob, plus ½ moment of inertia of the disk into ω². This is the kinetic energy acquired by അല്ലെങ്കിൽ final kinetic energy of the wheel. ഇനി ഫൈനൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോബ്, കൈനറ്റിക് അല്ല പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബോബ്, അത് +mgh എന്ന് എഴുതരുത്, -mgh. ഇത്ര എനർജി ഉണ്ട് ഫൈനൽ സ്റ്റേജിൽ. ഇനീഷ്യൽ സ്റ്റേജിൽ എത്രയായിരുന്നു എനർജി? 0. അപ്പൊ ഇത് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇനീഷ്യലി നൺ ഓഫ് ദം ഹാഡ് എനർജി ബിക്കോസ് ഇത് റെഫറൻസ് ലൈൻ ആയിട്ട് എടുത്തു. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നത്തിങ് വാസ് മൂവിങ്, therefore kinetic energy was also 0. Everything was 0. ഫൈനലി കൈനറ്റിക് എനർജി അക്വയർ ചെയ്തു, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സം മസ്റ്റ് ബി 0. ഇനി നമുക്ക് ഇതിൽ എന്താ വേണ്ടതെന്ന് നോക്കി, വേണ്ടത് നോക്കിയിട്ട് വേണം നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ. കവേർഡ് ആംഗുലാർ സ്പീഡാണ് വേണ്ടത്. അപ്പൊ ആംഗുലാർ സ്പീഡ് നമുക്ക് വേണം, ഒമേഗ വേണം. അപ്പൊ ഈ വി നെ ഒഴിവാക്കുക, ഒമേഗയുടെ ടൈമിൽ എഴുതൂ. ഈ വി ഉണ്ടല്ലോ ഒമേഗയുടെ ടൈമിൽ എഴുതൂ. I എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. ഇത് ഡിസ്ക് ആണ്. അപ്പൊ ഞാൻ എഴുതാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ½ മാസ് ഓഫ് ദ ബോബ്, വിക്ക് ഞാൻ r⍵² എന്ന് എഴുതി, r⍵², അതാണ് v, പ്ലസ് ½ മൊമെന്റ് ഓഫ് ഇനീഷ്യ mr²/2 ആണ്, ഇൻറ്റു ω² ഈസ് ഈക്വൽ ടു mgh. mgh അപ്പുറം കൊണ്ടുപോയി, mgh. ഇതിൽ നിന്ന് നമുക്ക് m എല്ലായിടത്തു നിന്നും വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ എത്രയാണെന്ന് നോക്കിയ കുട്ടികളെ, ഇവിടെ 1/4 m ഓൾറെഡി വെട്ടിക്കളഞ്ഞ r⍵², 1/4 ഇവിടെ ഹാഫും, അപ്പൊ 3/4 എന്ന് കിട്ടി. 3/4 r²ω² ഈസ് ഈക്വൽ ടു m വെട്ടിക്കളഞ്ഞാണ്, പിന്നെ gh 3/4. ഈ 1/4 ഈ 1/4 m വെട്ടിക്കളഞ്ഞാണല്ലോ, ഈ 1/4 1/2 കൂടെ കൂട്ടിയപ്പോൾ 3/4 എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒമേഗയാണ്. ബാക്കിയുള്ള എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ω² ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലെറ്റ് മീ റൈറ്റ്, ω ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? 4gh, പിന്നെ എന്ത് കിട്ടും? 3r² ഡിവൈഡഡ് ബൈ 3r² അണ്ടർ റൂട്ട്. ഇനി ഓപ്ഷനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് എഴുതാം. ഓപ്ഷനിൽ 6 പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ω ഈസ് ഈക്വൽ ടു r² നിന്ന് 6 പുറത്തിടുകയാണ്, ഡിവൈഡ് ഇൻറ്റു 4gh ഡിവൈഡഡ് ബൈ 3. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി. 1/r √4gh ഡിവൈഡ് ബൈ 3. 1/r √4gh ഡിവൈഡ് ബൈ 3. 1/r √4gh by 3. Here it is. See, option A turns out to be correct. Option A is correct. ഇത് എനർജി കൺസർവേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോൺ സ്ലിപ്പിംഗ് കണ്ടീഷനോടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. V is equal to r⍵. That's all. Energy conservation along with the non slipping condition we apply it. ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, കുറെ തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. അടുത്തതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേ ടൈപ്പിലുള്ള വേറൊരു ക്വസ്റ്റ്യനോടെ, ഓൾമോസ്റ്റ് ഇതേ ടൈപ്പ് തന്നെയാണ് കേട്ടോ. നോക്കൂ. A solid cylinder is suspended symmetrically through
two massless string. Kando idu. As shown in the figure. Distance from initial rest position. Idana rest position. Rest position. Okay. This is side view. Rendamate figure and side view. The cylinder should be unwinding the string to achieve a speed 4 meter square. Speed 4 meter square. നോക്കി കുട്ടികളെ ഇവിടെയും അതേ കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എത്ര ഹൈറ്റ് താഴേക്ക് വന്നെന്നാണ് അറിയേണ്ടത്. നോക്കി, ലുക്ക് ഹിയർ ഓൾ ഓഫ് യു. ഈ ഹൈറ്റ് ഇതായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യൽ പൊസിഷൻ. ലുക്ക്, ഇനീഷ്യൽ പൊസിഷൻ വാസ് ദിസ്. ലുക്ക് ഹിയർ ചിൽഡ്രൻ. നൗ വാട്ട് ഹാപ്പൻ? ലെറ്റ് മീ, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഡയഗ്രത്തിൽ വരയ്ക്കാം. നെക്സ്റ്റ് ഡയഗ്രാം, ലെറ്റ് മീ, ദിസ് ഈസ് മോർ ക്ലിയർ. നോക്കൂ, ഇനീഷ്യൽ പൊസിഷൻ വാസ് ദിസ്. നൗ ദ പൊസിഷൻ ഈസ് ദിസ്. ഓക്കെ, ഇപ്പം ഈ വെലോസിറ്റി വി അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടല്ലോ കുട്ടികളെ, അല്ലെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എത്രയാണ്? വി എന്ന് ഞാൻ എടുത്തു. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി ഇവിടെ 0 അല്ലേ? ഇവിടെ 0 ആണ് സ്ട്രിങ്ങിന്റെ വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 സ്ട്രിങ്ങിന്റെ. അപ്പൊ സ്ട്രിങ് ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ട് ഇവിടെയും വെലോസിറ്റി 0 ആയിരിക്കണം. സ്ട്രിങ്ങിന്റെ വെലോസിറ്റി 0 ആയിരിക്കണം ആ പോയിന്റിലും. സ്ട്രിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ വീലുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഡിസ്കല്ലല്ലോ സാധനം, എന്താണ്? സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ റിമ്മിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്, അതിന് 2 വെലോസിറ്റി ഉണ്ട്. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി വി താഴേക്കുണ്ട്, r⍵ മുകളിലോട്ടും ഉണ്ട്. കണ്ടോ, 2 വെലോസിറ്റി. ഏതൊക്കെയാണെന്ന് നോക്കി. വി എന്ന് പറയുന്ന വെലോസിറ്റി, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി വി താഴേക്കുണ്ട്. സ്ട്രിങ്ങിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സ്ട്രിങ്ങിന്റെ വെലോസിറ്റി 0 ആണ്. ഞാൻ പറയുന്നത് എന്താ? ആ സിലിണ്ടറിന്റെ റിമ്മില് അറ്റത്തുള്ള ഒരു പോയിന്റിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ഫാളിംഗ് ഡൗൺ, therefore velocity v is there, and it is rotating with the speed, angular speed omega, suppose. Therefore it has a velocity upward. How much? r⍵. പക്ഷേ ഈ സ്ട്രിങ് ഉണ്ടല്ലോ, ഈ സിലിണ്ടർ സ്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി എത്രയാണോ അത് തന്നെയായിരിക്കും ഈ റിമ്മിന്റെ വെലോസിറ്റിയും. റിമ്മിന്റെ വെലോസിറ്റി എത്രയായിരിക്കണം? സ്ട്രിങ്ങിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ റിമ്മിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി, നെറ്റ് വെലോസിറ്റിയും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ പോസിബിൾ? v = r⍵ ആയിരിക്കണം. ദാറ്റ് സോ സിമ്പിൾ. v = r⍵. Therefore here also no slipping condition holds. v is equal to r⍵. v is equal to r⍵. Velocity of the disk is equal to r⍵. Omega is the angular speed with which it is spinning now. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എനർജി കൺസർവേഷൻ അപ്ലൈ ചെയ്യുന്നു. എനർജി കൺസർവേഷൻ ഇത് എത്ര താഴേക്ക് വന്നു? h താഴേക്ക് വന്നു. h. ഓക്കെ, അപ്പൊ ഏതെല്ലാം എനർജിയാണ്? തുടക്കത്തിൽ എനർജി 0 ആയിരുന്നു. ഇത് ഞാൻ ഗ്രൗണ്ട് ലെവലായിട്ട് എടുത്തു, അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ആയിട്ട് എടുത്തു. പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി 0. ഇനീഷ്യലി എനർജി വാസ് 0. അപ്പൊ ഫൈനലിയും എനർജി 0 ആയിരിക്കണം. എനർജി ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ലെറ്റ് us write what are all the energies it has. It has translational kinetic energy half mv². Okay, half mv², and it has rotational kinetic energy half i⍵², and it has potential energy which is negative minus mgh. ഇതായിരുന്നു ഇതിന്റെ എനർജി. ഫൈനൽ എനർജി, ഫൈനലി ഇത്ര എനർജി ഉണ്ട്. അത് ഇനീഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കണം. ഇനീഷ്യൽ എനർജി എത്രയാണ്? ഇനീഷ്യൽ എനർജി 0. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, mgh അപ്പുറത്ത് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. Therefore I can write equal to mgh. ഇനി എനിക്ക് എന്താണ് വേണ്ടത്? ഒമേഗനെ മാറ്റണോ? വിയെ മാറ്റണോ? ഒമേഗനെ മാറ്റണോ? വിയും ഒമേഗയും തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇതിൽ ഏത് റീപ്ലേസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താ? വെലോസിറ്റി തന്നിട്ടുണ്ട്, h നമുക്ക് കണ്ടുപിടിക്കണം. ഞാനൊന്ന് മാർക്ക് ചെയ്യാം. h നമുക്ക് കണ്ടുപിടിക്കണം, വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒമേഗയാണ് നമ്മൾ കളയേണ്ടത്. ഒമേഗ ഷുഡ് ബി ഗെറ്റ് റിഡ് ഓഫ് വിത്ത്. ഒമേഗയ്ക്ക് പകരം v² ഡിവൈഡഡ് ബൈ r എന്ന് എഴുതുക. ലെറ്റ് മീ റൈറ്റ് ഹാഫ് mv² പ്ലസ് i ഹാഫ് മൊമെന്റ് ഓഫ് ഇനീഷ്യ ഓഫ് സിലിണ്ടർ. എന്ത് സിലിണ്ടർ? ഇത് സോളിഡ് സിലിണ്ടർ. ഡിസ്കിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്താണ്? mr² ബൈ 2. ω² എന്ത് എഴുതുക? v² ഡിവൈഡഡ് ബൈ r². കാരണം v is equal to r⍵ ആണ്. ഒമേഗ is equal to v by r. v² by r² is equal to what? mgh. h ആണ് കുട്ടികളെ നമുക്ക് വേണ്ടത്. നമുക്ക് m വെട്ടിക്കളയാം.
അപ്പോ ആർ സ്ക്വയർ വെട്ടിക്കളയാം. അപ്പൊ ഇത് എത്ര കിട്ടി? 1/4. എന്തൊക്കെയാ വെട്ടിക്കളഞ്ഞ്? എം കളഞ്ഞു, ആർ സ്ക്വയർ പോയി, എമ്മും പോയി. ഇനി ഇവിടെ എത്ര വരും? 1/4 വി സ്ക്വയർ. അപ്പൊ 3/4 വി സ്ക്വയർ. ദിസ് ഇസ് വാട്ട് ഐ എം ഗെറ്റിംഗ്. 3/4 വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എച്ച് എന്ന് കിട്ടി. ജി എച്ച് 3/4 വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എച്ച്. വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. എനിക്ക് എച്ച് അല്ലേ വേണ്ടത്? എച്ച് ഈസ് ഈക്വൽ ടു 3v square divided by 4g. h is equal to 3v square. 3 into v എത്രയാ? 4 എന്ന് വന്നിട്ടുണ്ട്. See here, velocity is given as 4. Therefore 4 square 16 divided by 4 into 10. g 10 എടുത്തോളാൻ പറയുന്നുണ്ട്. How much is it? This is 12. 1.2 മീറ്റർ കിട്ടി. 1.2 മീറ്റർ. പക്ഷെ മീറ്ററിലാണ്, സെന്റിമീറ്ററിലാണ് ഉള്ളത് ഇല്ലേ? Therefore h is equal to 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് 120 സെന്റിമീറ്റർ കിട്ടി. 120 സെന്റിമീറ്റർ. മറ്റൊന്നുമില്ല. നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ നമ്പർ 1 അത് മനസ്സിലാക്കണം. നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ പല സിറ്റുവേഷൻ പല രീതിയിലാണ് വരിക. ഇവിടെ വന്നത് ഞാൻ കാണിച്ചു, കഴിഞ്ഞ പ്രാവശ്യം വന്നത് കാണിച്ചു. ഓക്കെ, നോ സ്ലിപ്പിംഗ് കണ്ടീഷൻ വി ഇസിക്കൽ ടു ആർ ഒമേഗ അത് സൈഡിൽ വെക്കുക. പിന്നെ ടോട്ടൽ എനർജി, ഇനീഷ്യൽ എനർജിയും ടോട്ടൽ ഫൈനൽ എനർജിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് അൺനോൺ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ 6th ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് കിട്ടി 120 എന്ന് കിട്ടി. 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് 7th ക്വസ്റ്റ്യൻ? ഇത് ഡയഗ്രാം ഒന്നും ഇല്ലാത്ത പക്ക ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ്, ലെറ്റ് us read it. A particle of mass m is moving along a trajectory given by, കണ്ടോ, അതിന്റെ x കോർഡിനേറ്റും y കോർഡിനേറ്റും തന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നോക്കൂ. x0 a cos omega 1t, y0 b sin omega 2t. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ പൊസിഷൻ വെക്ടറിന്റെ x കമ്പോണന്റ് ആണ്, ഇതാ പൊസിഷൻ വെക്ടറിന്റെ y കമ്പോണന്റ് ആണ്. Particle is moving in xy plane only. The torque acting on the particle about the origin. കുട്ടികളെ, ടോർക്ക് കണ്ടുപിടിക്കണം. എനിക്ക് എന്തെല്ലാം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. I want torque. See here, what I want, the torque. Torque is what I am looking for. ടോർക്ക് വേണമെങ്കിൽ എനിക്ക് r പൊസിഷൻ വെക്ടർ r ക്രോസ് f എന്ന് പറഞ്ഞാൽ എം എ ആണ്. അപ്പം എനിക്ക് വേണം എം പുറത്തിടാം. എം ആർ ക്രോസ് എ എന്ന് എഴുതാം. ആർ ക്രോസ് എ എന്ന് പറഞ്ഞാൽ t is equal to 0 ടൈമിലെ പൊസിഷൻ വെക്ടറും എനിക്ക് വേണം. മാസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, മാസ് ഈസ് ഗിവൻ, എം എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, മാസ് എം എന്ന് വന്നിട്ടുണ്ട്. t is equal to 0 പൊസിഷൻ വെക്ടറും വേണം, t is equal to 0 ആക്സലറേഷൻ വേണം. ഇവിടെ തന്നിട്ടുള്ള എന്താ? പൊസിഷൻ വെക്ടർ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അതിനെ ഡിഫറൻഷിയേറ്റ് 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആക്സലറേഷൻ കിട്ടും. ഞാൻ ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിക്കൂ. ലുക്ക് ഹിയർ. പൊസിഷൻ വെക്ടർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം r is equal to x0 a cos what omega 1t, അതതിന്റെ i കമ്പോണന്റ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് i, പ്ലസ് y0 പ്ലസ് b sin അല്ലേ, b sin omega 2t, അതതിന്റെ j കമ്പോണന്റ് ആണ്. അപ്പം പൊസിഷൻ വെക്ടർ എന്റെ കയ്യിലുണ്ട്. t is equal to 0 എത്രയാണെന്ന് അറിയണമെങ്കിൽ ഈ ടിക്ക് 0 കൊടുത്താൽ മതി. ഓക്കെ, ഈ ടിക്ക് 0 കൊടുക്കുകയാണെങ്കിൽ പൊസിഷൻ വെക്ടർ അറ്റ് t is equal to 0 എനിക്ക് കിട്ടും. നോ പ്രോബ്ലം, നോ ഇഷ്യൂ. ഇനി എനിക്ക് എന്താ വേണ്ടത്? ആക്സലറേഷൻ വേണം. ആക്സലറേഷൻ ഇതിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്. ആക്സലറേഷൻ x0യും iയും കോൺസ്റ്റന്റുകളാണ്. ഈ i ആക്ച്വലി ഇതിനും വരുന്നുണ്ട് കേട്ടോ. x0യും കോൺസ്റ്റന്റ് ആണ്, i എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടറും കോൺസ്റ്റന്റ് ആണ്. Therefore when you differentiate it with respect to time, that term will become 0. ഇത് 0 ആയി പോകും. പക്ഷെ ഇതുണ്ടല്ലോ, can be differentiated with respect to time. അപ്പൊ a അതുപോലെയുണ്ട്, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒമേഗ 1 2 തവണ പുറത്തേക്ക് ആടും. അപ്പൊ ഒമേഗ 1 സ്ക്വയർ ആയി. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനിന്റെ കോസ്, അപ്പൊ മൈനസ് കോസ് ഒമേഗ 1t, that is i, പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y0 0 ആയി. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്.
ബി ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, ഒമേഗ 2 2 തവണ പുറത്തേക്ക് വരും, ഒമേഗ 2 സ്ക്വയർ. ഇനിയും സൈനിന്റെ കോസിന്റെ മൈനസ് സൈൻ, അപ്പൊ മൈനസ് സൈൻ ഒമേഗ 2t വാട്ട് ജെ. എനിക്കിനിയും ഓക്കെ, ജനറൽ ഇക്വേഷൻ ഫോർ പൊസിഷൻ വെക്ടർ ആൻഡ് acceleration as a function of time is in my hand. What should I do next? At what time I want the torque? At t is equal to 0 I want torque. Therefore I want to find r when t is equal to 0 and a when t is equal to 0. Okay, then when, let me write neatly. I am not happy with my own handwriting. Okay, when t is equal to 0, പറയൂ കുട്ടികളെ, ടി ഈസ് ഈക്വൽ ടു 0, ആർ എത്രയാണ്? ടി കാണുന്നിടത്തെല്ലാം 0 കൊടുക്ക്. അപ്പൊ ഇത് 1 ആയി. അപ്പൊ x0 വാട്ട് വിൽ യു ഗെറ്റ്? x0 പ്ലസ് എ ഐ പ്ലസ് y0 ജെ എന്ന് കിട്ടി. സൈൻ ഒമേഗ 2 ടിക്ക് 0 കൊടുത്താൽ അത് ആ ടൈം പോയി. ബി സൈൻ ഒമേഗ 2 ടി എന്ന് പറയുന്ന ടൈം പോയി. ഇനി ആക്സലറേഷനോ, വാട്ട് ഈസ് ആക്സലറേഷൻ അറ്റ് ദാറ്റ് ടൈം? ഈ ടൈം പോകും. ഇത് സൈൻ അല്ലേ, സൈൻ 0 ആണ്. ഈ ടൈം മൊത്തത്തിൽ പോയി. ഈ ടേം ഇത് മാത്രം നിലനിൽക്കും. വാട്ട് ഈസ് ദാറ്റ്? മൈനസ് എ ഒമേഗ 1 സ്ക്വയർ ഐ. വാട്ട് ഈസ് ദിസ്? ഐ. ഡോണ്ട് ഫർഗെറ്റ്, ഐ ഗോട്ട് ബോത്ത് ഓഫ് ദം. നൗ വാട്ട് ഷുഡ് ഐ ഡു? ഐ ഷുഡ് തിങ്ക് അബൌട്ട് ടോർക്ക്. വാട്ട് ഈസ് ടോർക്ക് ചിൽഡ്രൻ? ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അഗെയിൻ ഐ ആം ടെല്ലിംഗ്, ആർ ക്രോസ് എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എം എ ആണ്. ഓക്കെ, let me put m outside, then r cross a, because r ഉം a യുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, r cross a. m is written as m, then what? r. What is r? x0 plus ai, ഇല്ലേ? x0 plus a. What is that? I plus y0j. ഇതിനെ ക്രോസ് ചെയ്യണം, ഈ സാധനത്തിനെ ക്രോസ് ചെയ്യണം a യുമായിട്ട്. എ യുമായിട്ട് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ 1 സ്ക്വയർ ഐ. മൈനസ് എ ഒമേഗ 1 സ്ക്വയർ. വാട്ട് ഈസ് ദാറ്റ്? മൈനസ് എ ഒമേഗ 1 സ്ക്വയർ വാട്ട്? ഐ മൈനസ് എ ഒമേഗ 1 സ്ക്വയർ ഐ. ഓക്കെ, അല്ലെങ്കിൽ ഐ ഇവിടെ ഞാൻ ഉള്ളിൽ എഴുതാം. ഒമേഗ 1 സ്ക്വയർ ഐ ഷുഡ് ക്രോസ്. ഇനി നോക്കിക്കേ, ഐ ക്രോസ് ഐ ടേം പോയി. അപ്പം ഈ ടേം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എം ഓൾറെഡി ഉണ്ട്, അത് എഴുതുന്നു ഞാൻ. പുറത്തുള്ള എം കളയരുത്. എം y0 എ ഒമേഗ 1 സ്ക്വയർ മൈനസ് ഉണ്ട്. ഇനി ജെ ക്രോസ് ഐ എന്താ? ഐ ക്രോസ് ജെ കെ ആണ്. ജെ ക്രോസ് ഐ മൈനസ് കെ ആണ്. മൈനസ് കെ. അപ്പൊ ഈ മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവായി ഇവിടെ ഒരു കെയും വന്നു. ദിസ് ഈസ് ദ വാട്ട്? ടോർക്ക് അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യലി ടോർക്ക് വാസ് ദിസ്. സിമ്പിൾ തിങ് ആണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഡൂയിങ്. I am given position vector, I found acceleration, therefore I could find what? Torque. ഇനി ആംഗുലാർ മൊമെന്റ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം? ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ആർ ക്രോസ് പി അല്ലേ? ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എം വി. അപ്പൊ പൊസിഷൻ വെക്ടറിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പൊ വെലോസിറ്റി കിട്ടും. അങ്ങനെ നമുക്ക് ആംഗുലാർ മൊമെന്റവും കണ്ടുപിടിക്കാം. All these things are possible. Only position vector is needed to find velocity, acceleration, therefore force and everything, angular momentum, torque, everything can be found if you are given r. Okay, now what should I do? അപ്പം ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. here is the option. Okay, I am going for next question. Look, this interesting question, little geometry question. Look, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കി. An L-shaped object made of thin rod, uniform mass density, is suspended with a string as shown in the figure. ഇവിടെ സസ്പെൻഡ് ചെയ്തേക്കുക, അല്ലെ പൈവോട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. If AB is equal to BC, അപ്പം ഇതും ഒരേ മാസ് ഉള്ളതാണ്. ഇതിന്റെ മാസ് m ആണെങ്കിൽ ഇതിന്റെ മാസും m ആണ്. ആംഗിൾ ബേഡ് ബൈ എ ബി വിത്ത് ഡൗൺവേർഡ് വെർട്ടിക്കൽ ഈസ് തീറ്റ. ഇത് കണ്ടോ, ഈ എ ബി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എ ബി ഇതാണ് കേട്ടോ, അത് ഈ ഡൗൺവേർഡ് വെർട്ടിക്കലുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണ്. ദെൻ തീറ്റ എത്രയാണെന്നാണ് ചോദ്യം.
കുട്ടികളെ ഇത് ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഇതിലെ നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ഈ സ്ട്രിങ് ഉണ്ടല്ലോ ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ ഈക്വൽ ആയിരിക്കും. ഇത് തൂക്കിയിട്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. സ്ട്രിങ്ങിലെ ടെൻഷൻ ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇത് റൊട്ടേഷൻ ഇക്വിലിബ്രിയത്തിലുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബോത്ത് ഇൻ ട്രാൻസ്ലേഷൻ ആസ് വെൽ ആസ് റൊട്ടേഷൻ ഇക്വിലിബ്രിയം. So translation equilibrium, I know net force is equal to tension. That is not interesting. But see, it is in rotational equilibrium. എന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg. m ആണ് ഇതിന്റെ മാസ് എന്ന് വിചാരിക്കുക. Let me write that. Let me show you that. See, here mg is acting. What is acting? mg is acting down. അത് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ദിസ് ഗീവ്സ് യു എ കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക്. ഇവിടെ ഒരു എം ഉണ്ടായി, ഇതിന് എം ജി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. എം ജി ഈസ് ആക്ടിങ്, ദാറ്റ് ഈസ് ട്രൈങ് ടു റൊട്ടേറ്റ് ഇറ്റ് ഇൻ ക്ലോക്ക് വൈസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ്, വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്കും ക്ലോക്ക് വൈസ് ടോർക്കും ഈക്വൽ ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇത് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. അപ്പൊ ഈ ടോർക്ക് എന്ന് പറയുന്നത് ഈ ക്ലോക്ക് ടോർക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. നോക്കൂ, ഞാൻ ഈ വരയ്ക്കുന്നത് ഈ പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് ഐ ആം തിങ്കിങ് അബൌട്ട്. സി വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ ദിസ് ഡിസ്റ്റൻസ്. അപ്പം ഇത് L/2 ആണ്. ടോട്ടൽ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് L/2 ആണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഈ L എന്ന് ഞാൻ എടുത്തു. ഓക്കെ, therefore this is L/2. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 sin theta. അപ്പൊ mg into, let me write that, mg is nothing but the force mg into perpendicular distance. What is that? L/2 what? Sin theta. ആ ടോർക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ടോർക്ക്. See, counterclockwise torque must be equal to clockwise torque. This torque, clockwise torque. അത് എത്രയാണ്? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ജിയോമെട്രി ആലോചിച്ച് നോക്കുക. ജിയോമെട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. സി, ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. mg ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അതെങ്ങനെ കിട്ടും? അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ലൈൻ അസ്യൂം ചെയ്യുന്നു. സി, ഹൊറിസോണ്ടൽ ലൈൻ. ഈ ആംഗിൾ തീറ്റ ആയിരിക്കുമല്ലോ. ദിസ് ആംഗിൾ ഓൾസോ ഇസ് തീറ്റ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം ടെല്ലിംഗ്? സം ഓഫ് യു മസ്റ്റ് ഹാവ് സം ഡൗട്ട്. ലുക്ക്, വാട്ട് ഐ ആം ടെല്ലിംഗ് ഈസ് ദിസ്. തിങ്ക് അബൌട്ട് എ ഹൊറിസോണ്ടൽ ലൈൻ ലൈക്ക് ദിസ്, like this. I am telling this angle is theta. That is simple geometry. Everyone can understand. If this angle is theta, this one also is theta. But എനിക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ ഞാൻ അതിനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ ഡിസ്റ്റൻസ് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിൽ നിന്ന് അതെന്താണ്? L/2 cos theta. This is L/2. Therefore L/2 cos theta. mg force into mg വേണം. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 cos theta. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? L/2 cos theta എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആയി. ഇവിടുന്ന് ഇവിടെ വരെയുള്ള അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറയ്ക്കണം. ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എത്രയാ? L sin theta അല്ലേ? ഈ ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾ, ഇത് മൊത്തത്തിൽ L, ഇത് ഓപ്പോസിറ്റ് സൈഡാ. L sin theta. അപ്പോൾ L sin theta. Sin L, there is no space there. Let me adjust a little. No space there. ഞാനിത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സി, L sin theta. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പക്ക ജോമെട്രിയാണ് കുട്ടികളെ. എനിക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡിസ്റ്റൻസ് അത് L/2 cos theta ആണ്. അതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നു. അത് L sin theta ആണ്. From this triangle. പക്ക ജോമെട്രി, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? mg രണ്ടിടത്തുനിന്നും L/2 വെട്ടാം. L/2 പറ്റില്ല, L വെട്ടാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? sin theta/2 is equal to
അല്ലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചു. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആം മൾട്ടിപ്ലൈങ് വിത്ത് 2 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ മൈനസ് 2 സൈൻ തീറ്റ. അങ്ങനെ 3 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ദാറ്റ് മീൻസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നോക്കി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3. എക്സ് ഇല്ല കേട്ടോ. ദിസ് വൺ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/3. ഓക്കെ ചിൽഡ്രൻ, കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്, ബട്ട് ടൈം ഈസ് നോട്ട് there. ഓക്കെ, ഹിയർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ഓവർ. അപ്പം 2-3 പ്രോബ്ലം കൂടെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ദാറ്റ് ടൈം ഡസൻറ്റ് പെർമിറ്റ്. ഓക്കെ, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ എന്ന് ഞാൻ പറയുന്നില്ല. ദിസ് ഈസ് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഓക്കെ, ഒരു ചാപ്റ്ററിന്റെ ഒരു മൂല മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി കുറെ ക്വസ്റ്റ്യനുകൾ നമ്മൾ DPP ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വീഡിയോ സൊല്യൂഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ DPP ചെയ്ത് പഠിക്കുക. വീഡിയോ മനസ്സിലാവുന്നില്ല എങ്കിൽ ടെക്സ്റ്റുവൽ സൊല്യൂഷൻ മനസ്സിലാവുന്നില്ല എങ്കിൽ വീഡിയോ സൊല്യൂഷൻ കാണുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ ആശംസിക്കുന്നു. താങ്ക് യു.